അതിവേഗ റെയിൽപാത സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൽ അവ്യക്തത. റെയിൽവേ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഒരു ഫയലും വന്നിട്ടില്ലെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. ഔദ്യോഗികമായി അത്തരത്തിലുള്ള അറിയിപ്പ് എൻ്റെ വകുപ്പിൽ വന്നിട്ടില്ല. റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഫയൽ വന്നതായിട്ട് ഇന്നലെ ഞാൻ പരിശോധിച്ചു, കണ്ടിട്ടില്ല. ശബരി മൈസൂരു പാതകൾ പോലെ വാക്കിൽ തീരരുതെന്ന് മന്ത്രി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം വരുന്നതിനെ പോലും എതിർത്ത ആളാണ് ശ്രീധരനെന്നും മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 2-3 എംപിമാർക്ക് അവസരം നൽകിയേക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരമേഖലയിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി ലത്തീൻ സഭ. TM ജേക്കബിന്റെ മകൾ അമ്പിളി ജേക്കബ് UDF സ്ഥാനാർത്ഥിയായേക്കും. NSSുമായി അനുനയ നീക്കത്തിന് BJP. P. ശ്രീധരൻപിള്ള പെരുന്നയിലെത്തി. NSSുമായി തർക്കമില്ലെന്ന് വിശദീകരണം. അല്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. NSS എന്നും ബ്ലെസ്സിങ്സ്, അതിൽ ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എൽക്കാലം തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. ശ്രീധരൻപിള്ളയുമായി രാഷ്ട്രീയാതീതമായ സൗഹൃദമെന്ന് സുകുമാരൻ നായർ. സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധ വികാരമില്ലെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. ഗൃഹസന്ദർശന പരിപാടിയിൽ ഇത് ബോധ്യപ്പെട്ടെന്ന് വിശദീകരണം. വിവാദ പരാമർശത്തിൽ സജി ചെറിയാനെ വിമർശിച്ച് G. സുധാകരനും പാലൊളി മുഹമ്മദ് കുട്ടിയും. സജി ചെറിയാനെ പറ്റി എനിക്ക് വേറൊന്നും പറയാനില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പം എല്ലാവരും പറയാം. അദ്ദേഹം അത് അംഗീകരിച്ചല്ലോ. അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ്. അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. പ്രസ്താവനകൾ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതെ അതെ. സ്ഥാനാർത്ഥിയാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് G. സുധാകരൻ. പാർട്ടി പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ മത്സരിക്കും. സിറ്റിംഗ് MLA തുടരണമെന്ന് ഒരു ചട്ടവുമില്ലെന്നും സുധാകരൻ ന്യൂസ് 18നോട്. ആളുകൾ ഇങ്ങനെ പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട്, ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാനതിനൊന്നും തന്നെ ഒരു പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചുള്ള നിലപാടുകളൊന്നും വന്നവരോടും പറഞ്ഞിട്ടില്ല. പാർട്ടി തീരുമാനം എടുക്കുന്നതനുസരിച്ചാണ് ഇതുപോലെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഇലക്ഷൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും അതുപോലെ തന്നെയുള്ള സമീപനമാണ് ഇനിയും തുടരാൻ പോകുന്നത്. ജയസാധ്യത നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നും G. സുധാകരൻ. US-ൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാസേനയുടെ വെടിയേറ്റ് 37-കാരനായ അമേരിക്കൻ പൗരൻ മരിച്ചു. സേനയ്ക്കെതിരെ ജനം തെരുവിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.